ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവു ആണെങ്കിൽ സച്ചിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് സച്ചിയോട് പറയും, സച്ചിയേട്ടൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് ഇത്രയും കാലം എൻ്റെ കുടുംബത്തെ ഇതുപോലെ നോക്കിയത്. അതുപോലെ തന്നെ അരുണേട്ടനും, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയോ അതെ നല്ലൊരു സ്ത്രീയാണ്, എന്നെ വലിയ ഇഷ്ടമാണ്. അരുണേട്ടന് മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അന്നേരം നമ്മുടെ സച്ചി പറയും, അവനാണോ നല്ലവൻ, അവൻ പക്ക ഫ്രോഡാണ്, എന്നോട് നന്നായിട്ട് പെരുമാറിയാൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദേവു വീണ്ടും പറയും, ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ അച്ഛൻ നോക്കിയതുപോലെ തന്നെയാണ് സച്ചിയേട്ടനെ നോക്കുന്നത്. അതിന്റെ ബഹുമാനം സച്ചിയേട്ടനോട് എനിക്കുണ്ട്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അരുണേട്ടന് നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹം നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് നോക്കും, അമ്മയെയും ശരത്തിനെയും നന്നായിട്ട് നോക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് സച്ചി പറയും, ദേവു നിർത്ത്, ഞാൻ ചീത്തവനാണെന്ന് നീ എത്ര വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ അവൻ നല്ലവനാണെന്ന് നീ ഒരിക്കലും പറയരുത്. അവനെ ശരിക്കും നിനക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവു പറയും, സച്ചിയേട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നത്. അന്നേരം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഓ അപ്പോൾ നീ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് വന്നത്, ശരി നീ പറ, ഞാൻ കേൾക്കാന്ന് പറയുമ്പോൾ ദേവു പറയും, ഞാൻ പെട്ടെന്ന് അയാളെ കണ്ട് ഇഷ്ടപ്പെട്ടതൊന്നുമല്ല, നന്നായിട്ട് മനസ്സിലാക്കി അയാളെ സ്വഭാവമൊക്കെ എന്താണെന്നറിഞ്ഞ് അങ്ങനെയാ അരുണേട്ടനോട് എനിക്ക് പ്രണയം തോന്നിയത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് വീണ്ടും ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് വയ്യാട്ടോ. അയാളെ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം, സച്ചിയേട്ടൻ അതിന് മനസ്സറിഞ്ഞ് സമ്മതിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, ദേവു നീ എൻ്റെ കൊച്ചനിയത്തിയാ, എൻ്റെ ഭാര്യയുടെ അനിയത്തായിട്ടല്ല ഞാൻ കാണുന്നത്. നിന്നോട് ഞാൻ പറയുക, നിനക്കിപ്പോൾ അവൻ്റെ നല്ല സ്വഭാവം മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് അയാളുടെ മറ്റൊരു സ്വഭാവം കാണാൻ പറ്റുള്ളൂ. എത്ര പെൺകുട്ടികളാ ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി വിവാഹം കഴിക്കുന്നത്. എന്നിട്ട് അവരുടെ അവസ്ഥ എന്താ, ഒരു തുണ്ട് കയറിലോ ഒരു വിഷത്തിലോ തീരും അവരുടെ ജീവിതം എന്നും നമ്മൾ വായിക്കാറുള്ളതല്ലേ. അതുകൊണ്ട് എൻ്റെ അനിയത്തിക്ക് ആ ഗതി വരരുത്. നിനക്ക് വേണ്ടി ഞാനൊരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരും, നീ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇപ്പോൾ നീ വീട്ടിലോട്ട് പോ എന്നൊക്കെ പറയുന്നത് കേട്ട് നിൽക്കട്ടെ നമ്മുടെ ദേവുവിനാണെങ്കിൽ സച്ചിയോട് ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുക. നേരെ സച്ചി പറയും, നീ കാറിൽ കയറി, ഞാൻ കൊണ്ടാക്കാന്നേ. അത് വേണ്ട സച്ചിയേട്ടാ, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങ് പോകുക കേട്ടോ. അതേസമയം അരുണ് രേവതിയെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. എനിക്ക് എൻ്റെ അമ്മയല്ലാതെ മറ്റു ബന്ധുമിത്രാദികളൊന്നുമില്ല. എനിക്കൊരു ഭാര്യയെ മാത്രമല്ല, എൻ്റെ അമ്മയ്ക്കൊരു കൂട്ടായിട്ട് ദേവുവിനെ കണ്ടുപിടിച്ചതാണ്. അവളേതായാലും നല്ലൊരു മരുമകളായിരിക്കും, എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു കൂട്ടായിരിക്കും. ഈ വിവാഹം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് നടത്തി തരണം, എതിർക്കുന്നവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ കേട്ടു നിന്നത് നിങ്ങളുടെ മേന്മ കണ്ടിട്ടൊന്നുമല്ല, അവൾ അവളുടെ കുടുംബത്തെ മറന്ന് ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ അരുണ് പറയും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വന്ന് കാര്യം പറഞ്ഞത്. ദേവുവിൻ്റെ ആദ്യം മുതലുള്ള ആഗ്രഹമാണ് രണ്ട് വീട്ടുകാരും ചേർന്ന് നടത്തുന്ന ഒരു വിവാഹമായിരിക്കണം നമ്മുടേതെന്ന്. അപ്പോൾ ആ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് വന്നിട്ട് പറയുന്നത്, എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ വിവാഹം നടത്തി തരണം എന്ന് പറയും. പിന്നെ രേവതിയുടെ എതിർപ്പും കാരണം അരുണ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എല്ലാവരും എതിർത്താലും ശരി, ഞാൻ ദേവുവിനെ കല്യാണം കഴിക്കുള്ളൂ, ഞങ്ങളത് തീരുമാനിച്ച് ഉറപ്പിച്ചതാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോകുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി ആണെങ്കിൽ വീട്ടിലോട്ട് പോകും. അവിടെ സച്ചി ഉണ്ടാവും, സച്ചിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി നീയാണ് കള്ളത്തരം പറഞ്ഞത് എന്നോട്, അവളായിരുന്നു കള്ളത്തരം പറയേണ്ടിയിരുന്നത്, പക്ഷെ അവൾ ഉള്ള സത്യം അങ്ങ് പറഞ്ഞു. നീ എന്തിനാ എന്നോട് കള്ളത്തരം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പത്തല്ലേ ദേഷ്യം, വീട്ടിൽ വന്ന് നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടില്ലേ എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ തലയും താത്തി പറയും, അതെ അതൊക്കെ കഴിഞ്ഞ് അരുൺ എന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറയുമ്പോൾ, എന്തിനാ അവൻ നിന്നെ കണ്ടേന്ന് ചോദിക്കുമ്പോൾ, എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അവൻ്റെയും ദേവുടെയും കല്യാണം നടത്തി കൊടുക്കണമെന്ന്. ഇനി അഥവാ കല്യാണം നടത്താൻ നമ്മളൊന്നും ഇല്ലെങ്കിൽ തന്നെ അവർ ഒരുമിച്ച് ജീവിക്കും എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അവൻ്റെ ആഗ്രഹം കയ്യിലിരിക്കത്തേ ഉള്ളൂ, എൻ്റെ അനിയത്തിയെ അവനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കത്തില്ല എന്ന് പറയുമ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് പറയും, എന്തിനാ സച്ചിയേട്ടാ എപ്പോഴും ഇങ്ങനെ, ദേവിനോട് നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ദേവിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അവൾക്ക് നിന്നെക്കാളും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ, അവൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, പാവം എന്തിനാ അവളെ നിങ്ങളിങ്ങനെ വേദനിപ്പിക്കുന്നത്, അല്ല എന്തിനാ അരുണിന് ഇപ്പോൾ എന്താ കുറവ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സൗന്ദര്യമുണ്ട്, ദേവുവിന് ചേർന്ന ചെറുക്കനാണ് താനും, എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം പിടിച്ചങ്ങ് രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, നീ അത് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടെന്ന്. അത് കേട്ട് ഷോക്കായി നിൽക്കുക കേട്ടോ നമ്മുടെ രേവതി.